അടുപ്പ് മുറ്റത്തായതുകൊണ്ട് നല്ല വെയിലായിരിക്കും. ആ വെയിലത്ത് പോയി കത്തിക്കാൻ തന്നെ നല്ലൊരു ടാസ്ക്കാണ്. പക്ഷേ നമ്മളെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ആലോചിക്കുമ്പോൾ അടുപ്പ് കത്തിച്ചല്ലേ പറ്റൂ. ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെയിലടിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഒന്ന് കുളിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വെയിലാണ്, നല്ല വേർത്തൊലിച്ച് പുകയൊക്കെ കൊണ്ട് ആകെ കണ്ണൊക്കെ ബൾജായി. ഞാൻ അരി കഴുകി വെള്ളം വേഗം തിളച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അരി ഇട്ടു. പിന്നെ പുറത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി ചെന്ന് നോക്കണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂടി അങ്ങ് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നോക്കണ്ടോ. അടിപൊളി നല്ല തള വരുന്നുണ്ട്. നല്ല പൊരി വെയിലും കൊണ്ട് ഇവിടെ നിൽക്കാനേ പറ്റൂല. പിന്നെ ഞാൻ അരി വാർത്തു. അരി അകത്താണേ വാർക്കുക. പിന്നെ കറി വെക്കാൻ വേണ്ടി പരിപ്പ് എടുത്തു. പരിപ്പ് കഴുകി കുക്കറിൽ വെച്ചു. കുക്കറിൽ വെച്ച് 2 വിസിലടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരിപ്പ് വെന്ത ഉടനെ നന്നായിട്ടൊന്ന് ഉടച്ച് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. എന്നിട്ട് മൂടി വെച്ചു. പിന്നെ നമുക്ക് കഷ്ണങ്ങൾ എടുക്കാൻ അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചീര കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ചീര നല്ല ടേസ്റ്റുള്ള സാധനമാണല്ലോ. പിന്നെ എനിക്ക് ഓൾറെഡി അയൺ ഡെഫിഷ്യൻസിയും രക്തക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ചീര നല്ലതാണല്ലോ. അപ്പോൾ എൻ്റെ കറി ഏതാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അതിനാണ് ഞാൻ പരിപ്പൊക്കെ വെച്ചത്. പിന്നെ കഷ്ണങ്ങളൊക്കെ ഒതുക്കി എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ മുറിച്ചിട്ടു. പിന്നെ നമ്മളെ ചീര നന്നായിട്ട് കഴുകിയെടുത്തു. ചേച്ചിയാണ് എനിക്ക് കൊണ്ടു തന്നത്. ചേച്ചി പറഞ്ഞു തന്നു നന്നായിട്ട് കഴുകണം എന്ന്, നോക്കണം നിലയിലൊക്കെ. അങ്ങനെ പിന്നെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് കുക്കറിൽ തന്നെ അടുപ്പത്ത് വെച്ചു. പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചു. അപ്പോൾ 2 വിസിലടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചീരയൊക്കെ നന്നായിട്ട് മുറിച്ചിട്ടു. ചീര ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലുമോക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു. പിന്നെ പരിപ്പ് അതിലൊഴിച്ചു. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടു. പിന്നെ ഉലുവയും കടുകും വറുത്തിട്ടു. പിന്നെ വേഗം ചീര ഉപ്പേരി ഉണ്ടാക്കി ചോറൊരു പ്ലേറ്റിലേക്ക് എടുത്തു. ചോറ് പ്ലേറ്റിലെടുത്ത് അൽഷുമോക്കും അല്ലുമോക്കും എടുത്ത് പോകുമ്പോൾ അൽഷു എന്നോട് പറഞ്ഞു ഒരു മുട്ട കൂടി ഉണ്ടെങ്കിൽ അമ്മ ഉഷാറാകാന്ന്. അങ്ങനെ ഒരു മുട്ടയും കൂടെ ഉണ്ടാക്കി. അത് കിട്ടിയപ്പോഴാണ് അവളെ ചിരി വന്നത്. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം.